പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ യിരെമ്യാ പ്രവചനം 32-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായി യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ സ്വർഗസ്ഥനായ ദൈവം അബ്രഹാമിനോടും സാറയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അങ്ങനെ ചോദിപ്പാനുള്ള കാരണം, സാറ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഉള്ളുകൊണ്ട് ചിരിപ്പാനിടയായി. ആ ചിരി അവിശ്വാസത്തിന്റെ ചിരിയായിരുന്നു. കഴിവുകളെല്ലാം അസ്തമിച്ച മാനുഷികമായ നിലയിൽ ഇനി മുൻപോട്ടൊരു വിടുതലില്ല എന്ന വിഷയത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവിക ആലോചന സാറ കേൾക്കുന്നത്. താൻ ആ ആലോചനയുടെ മുൻപാകെ അവിശ്വാസത്തോടെ ഉള്ളുകൊണ്ട് ചിരിപ്പാനിടയായി. മനുഷ്യന്റെ അവിശ്വാസമാണ് പലപ്പോഴും ദൈവപ്രവൃത്തി നടക്കാത്തത്. വിശ്വസിപ്പാൻ തയ്യാറാണെങ്കിൽ ഒരു അഭിഷക്ത കർത്തൃദാസൻ എന്നുള്ള നിലയിൽ ദൈവാത്മാവ് എന്നെ പറയുവാൻ ഹേമിപ്പിക്കുന്ന ഒരു ദൂത് കൈമാറട്ടെ. നിന്റെ മുമ്പാകെ അടഞ്ഞ വഴികൾ തുറക്കാൻ പോകുന്നു. നിർജീവമായി കിടക്കുന്ന ചിലത് ജീവൻ പ്രാപിപ്പാൻ പോകുന്നു. ശക്തമായ ഒരു ദൈവപ്രവൃത്തി ദൈവം ഇതിലെ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. ദൈവത്താൽ കഴിയാത്ത യാതൊരു കാര്യങ്ങളുമില്ല. ഏകദേശം 85ഓളം വയസ്സ് പ്രായം ചെന്നതായിരിക്കുന്ന കാലേബ് എന്ന ദൈവിക അഭിഷക്തൻ തന്റെ 85-ാമത്തെ വയസ്സിൽ വിശ്വാസത്തോടെ തന്റെ സഹശുശ്രൂഷകനായിരിക്കുന്ന യോശുവയുടെ അരികിൽ ചെന്ന് പറയുന്ന പദം എങ്ങനെയാണ്: പണ്ട് ദൈവം തമ്പുരാൻ മോശയിൽ കൂടെ എനിക്ക് വേണ്ടി അരുൾ ചെയ്ത ആ കിര്യത്ത് അർബ അല്ലെങ്കിൽ ഹെബ്രോൻ മല തന്നുകൊള്ളുക, ഞാൻ അതിനെ പിടിച്ചെടുക്കാം. എന്നാൽ യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്ന പദം എങ്ങനെയാണ്? യോശുവ പറയുന്നത്, അവിടെ അനാക്യം മല്ലന്മാരുണ്ട് എന്ന് നിനക്കറിയാമല്ലോ. ആ പറഞ്ഞതിന്റെ അർത്ഥം, നിനക്കത് കീഴ്പ്പെടുത്താൻ കഴിയുമോ? പക്ഷെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന കാലേബ് പറയുന്ന പദം എങ്ങനെയാണ്? അന്നത്തെ ആരോഗ്യം ഇന്നും എനിക്കുണ്ട്. ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനത് പിടിച്ചെടുക്കും. വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഈ ദൂത് കൈമാറുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി, സഹോദര, പ്രിയ പിതാവേ, മാതാവേ, പ്രിയ കുഞ്ഞെ, ഈ ദൂത് താങ്കളോടാണ് ദൈവാത്മാവ് പറയുന്നത്. യഹോവയാൽ കഴിയാത്ത യാതൊരു കാര്യങ്ങളുമില്ല. വിശ്വാസത്തോടെ മുന്നേറട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.